ദേശീയ ശാസ്ത്ര സെമിനാറിൽ ക്വാണ്ടം സയൻസിനെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച ഒറ്റപ്പാലം NSS KPT ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി പി ഋഷികേശിന് ഒന്നാം സ്ഥാനം. ബംഗളൂരുവിൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം സംഘടിപ്പിച്ച മത്സരത്തിലാണ് ഈ തിളക്കമാർന്ന നേട്ടം. രാജ്യത്തെ 36 പ്രതിഭകൾ അണിനിരന്ന ഫൈനൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ഋഷികേശ് പിന്നിലാക്കിയത്. ഉപജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നടന്ന കടുത്ത മത്സരങ്ങൾക്ക് ശേഷമാണ് ദേശീയ തലത്തിൽ മാറ്റുരച്ചത്. ഋഷികേശിന്റെ വിഷയത്തിലുള്ള അറിവും ചോദ്യോത്തരവേളയിലെ ആത്മവിശ്വാസവും ജേതാവിനെ തീരുമാനിക്കുന്നതിൽ നിർണായകമായി. സമ്മാനമായി 48,000 രൂപയും ട്രോഫിയും ശാസ്ത്രകിറ്റും ഋഷികേശ് സ്വന്തമാക്കി. പാഠ്യപദ്ധതിക്ക് പുറത്തും സയൻസ് വിഷയങ്ങളിലുള്ള താല്പര്യമാണ് ഋഷികേശിന്റെ വിജയരഹസ്യം. ക്വാണ്ടം സയൻസ് പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഋഷികേശ് ആശ്രയിച്ചത് ഇന്റർനെറ്റിനെയും യൂട്യൂബ് വീഡിയോകളെയുമാണ്. സംസ്ഥാന തലത്തിലെ മത്സരം ദേശീയ വേദിയിൽ സമ്മർദ്ദമില്ലാതെ പ്രകടനം നടത്താൻ സഹായിച്ചു. പിന്നെ ഞങ്ങൾക്ക് വിഷയം ക്വാണ്ടം ഏജ് ബിഗിൻസ് പൊട്ടൻഷ്യൽസ് ആൻഡ് ചാലഞ്ചസ് എന്നതായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പറഞ്ഞു അത്യാവശ്യം കുറച്ച് ടഫായ ഒരു വിഷയമാണത്. അപ്പോൾ ഒരുപാട് മിസ്റ്ററീസുള്ള ഒരു വിഷയമാണ്. എനിക്ക് അങ്ങനത്തെ വിഷയങ്ങളെ ഡിമിസ്റ്റിഫൈ ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഒറ്റപ്പാലം മൈലംപുറം പുതിയടത്ത് പി ജയഗോവിന്ദന്റെയും കെ രജനിയുടെയും മകനാണ് ഈ പ്രതിഭ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.